ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ അകത്ത് ഒരു 3 ഫേസ് DB വെക്കുന്ന സമയത്ത് അതിൽ കൊടുത്തിരിക്കുന്ന പൈപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുപോകണമെന്നും എങ്ങനെയൊക്കെയാണ് ഡിവൈഡ് ചെയ്ത് അടിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങളിത് കാണുന്ന പോലെ തന്നെ ഏകദേശം അത്യാവശ്യം വലുപ്പം വരുന്ന വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3 AC അല്ലെങ്കിൽ 4 AC അതുപോലെ തന്നെ അത്യാവശ്യം പവർ പ്ലഗുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത് 3 ഫേസ് മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 3 ഫേസ് കൊടുത്തു. പിന്നെ പൈപ്പ് പോയിരിക്കുന്ന ലൈൻ ജസ്റ്റ് കാണിച്ചു തരാം. 2 സെക്ഷനായിട്ടാണ് തിരിച്ചു പോയിരിക്കുന്നത്. 1 ഇഞ്ച് പൈപ്പുകൾ ഒരു 4 എണ്ണം അല്ലെങ്കിൽ ഒരു 5 എണ്ണം നമ്മൾ കൊണ്ടുപോയതിന് ശേഷം പോകുന്ന സ്ഥലത്ത് ലൈറ്റ് വരുന്ന ഏരിയകളുണ്ടാവും. അവിടെ എല്ലാം 4-4 ജംഗ്ഷനാണ് അല്ലെങ്കിൽ 6-4 ജംഗ്ഷൻ ബോക്സ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് മസ്റ്റായിട്ടും കൊടുക്കണം. അല്ലെങ്കിൽ എന്താ സംഭവം, നമ്മളുടെ ലൈറ്റ് കാര്യങ്ങൾ ഫിനിഷിങ്ങിൻ്റെ സ്റ്റേജിൽ നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ഈ പൈപ്പിൽ കയറാനും പൈപ്പിൽ ഡ്രില്ല് ചെയ്ത് കയറാനും ട്രിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഒരുപാട് സർക്യൂട്ട് കാര്യങ്ങളൊക്കെ പോകുന്ന ഏരിയകളിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നല്ല 4-4 അല്ലെങ്കിൽ PVCയുടെ ബോക്സ് സെപ്പറേറ്റ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഇങ്ങനെ വരുന്നതിന് ശേഷം ഓരോ സെക്ഷനിലേക്ക് നമ്മൾ പൈപ്പ് കൊണ്ടുവന്നതിന് ശേഷം 4 പൈപ്പ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നതിന് ശേഷം എവിടേക്കാണോ വേണ്ടത് അവിടേക്കെല്ലാം ഡ്രോപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അവസാനം വരുന്ന സമയത്ത് നമുക്ക് പൈപ്പിൻ്റെ എണ്ണം അവിടെ നിന്ന് വന്നിരിക്കുന്ന 4 പൈപ്പ് അല്ലെങ്കിൽ 5 പൈപ്പ് ആണെങ്കിൽ അത് വന്നതിന് ശേഷം ഏറ്റവും അവസാനം വരുന്നത് 1 പൈപ്പ് 2 പൈപ്പിലേക്ക് വന്ന് അവസാനിക്കും. അതായത് നമ്മൾ ഏത് സെക്ഷനിലേക്കാണ് കൊണ്ടുപോകുന്നത് അവിടെ നിന്ന് പൈപ്പുകളുടെ എണ്ണം കൂട്ടി കൊണ്ടുവന്നതിന് ശേഷം ഓരോ സെക്ഷനിലേക്കും കുറച്ച്, അതായത് ഇപ്പോൾ റൂമിലേക്ക് വേണമെങ്കിൽ റൂമിലേക്ക് അതിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തെടുക്കുന്നു. അതായത് അതിനുശേഷം മറ്റെല്ലാ സ്ഥലങ്ങളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്കിങ് ആയിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിൽ ഏത് റൂമിൽ നിന്നും എല്ലായിടത്തേക്കും അത്യാവശ്യം ലിങ്കിങ്, അതായത് ഒരു DB വഴിയല്ലാതെ അത്യാവശ്യം ലിങ്ക് ചെയ്ത് കിടക്കുന്നത് മസ്റ്റാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് സർക്യൂട്ടിൽ ഏത് ലൈറ്റ് വേണമെങ്കിലും എവിടെയെങ്കിലും കൊടുക്കുകയാണ്, എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കുന്നതിന്, അത് മാത്രമല്ല എങ്ങനെയെങ്കിലും സർക്യൂട്ട് വലിക്കുന്നതിനൊക്കെ അങ്ങനെ കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഇനി നമ്മൾ ഇപ്പുറത്തെ സെക്ഷനിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ, അതായത് വീടിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള വീടായതുകൊണ്ടാണ് ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ ഒരു 4 പൈപ്പ് 1 ഇഞ്ച് പൈപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 25 mm പൈപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കൊണ്ടുവന്നതിന് ശേഷം മെയിൻ സ്വിച്ച് ബോർഡുകളിലേക്ക് നമ്മൾ ഇറക്കുന്നു. അതിനുശേഷം അടുത്ത സെക്ഷനിലേക്കാണെങ്കിലും പോകുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ 4-4 കണ്ട ചുമരിൽ കാണാൻ സാധിക്കും. 4-4 PVC ബോക്സ് വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് സീലിംഗ് ഉണ്ടെങ്കിൽ സീലിംഗ് അതെല്ലാം നമ്മൾ അതിലേക്ക് പിടിക്കുന്നു. അതിനുശേഷം അവിടെ ലൈറ്റ് പോയിൻ്റ് ഉണ്ടെങ്കിൽ ലൈറ്റ് പോയിൻറ്റും കൊടുക്കുന്നു. പിന്നെ റൂമിൻ്റെ സർക്യൂട്ടുകൾ അതിൻ്റെ പോകുന്ന സ്ഥലത്തുണ്ടെങ്കിൽ അതിലേക്ക് കൊടുക്കുന്നു. കിച്ചണിൻ്റെ ഏരിയകളിലുണ്ടെങ്കിൽ അങ്ങോട്ട് സെപ്പറേറ്റ് പൈപ്പുകളാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ നോക്കി അറിയാൻ പറ്റി ഈ റൂമിൻ്റെ അവിടേക്ക് നമ്മൾ സർക്യൂട്ട് വന്നിരിക്കുന്നത് നമ്മൾ പോകുന്ന ലൈനിൽ നിന്നും 4-4 ബോക്സ് വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഓരോ പൈപ്പും സെപ്പറേറ്റ് ഓരോ ബെഡ്റൂമിലേക്കും വരുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അത്യാവശ്യം പൈപ്പ് കാര്യങ്ങളെല്ലാം തന്നെ അടിച്ച് ക്ലിയർ ചെയ്താൽ മാത്രമേ ഇൻഡക്ഷൻ മുതലുള്ള കറണ്ട് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി മുകളിലേക്ക് പോകാനുള്ള ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 3 പൈപ്പ് നമുക്ക് ഏറ്റവും മുകളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത്. അതൊരു 3 പൈപ്പ് നമ്മൾ നേരെ ചെറുതായിട്ട് അത് ജസ്റ്റ് ഒന്ന് കോൺക്രീറ്റ് അടിച്ചതിന് ശേഷം ഏറ്റവും മുകളിലെ ടോപ്പിലെ സ്റ്റെയറിൽ, അതായത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് 1ാം നിലയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മാത്രം പൈപ്പ് ആവശ്യമുണ്ടാകുമെന്ന് തോന്നാം. പക്ഷേ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇത്രയും മാത്രം പൈപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കാരണം 4 AC അല്ലെങ്കിൽ 5 AC പവർ പ്ലഗ് കാര്യങ്ങളൊക്കെ വരുന്നതിൽ പൈപ്പ് നന്നായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം പിന്നീട് ഒരു വയറ് വലിക്കുന്നതിനും വർഷങ്ങളോളം നമുക്ക് ലൈഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു വയറ് വലിക്കുന്നതിനൊക്കെ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, ഓവറായിട്ട് നമ്മൾ പൈപ്പ് ടൈറ്റ് ചെയ്ത് വയറ് വലിച്ചാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ രീതിയാണെങ്കിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പണ്ട് നമ്മൾ സാധാ ബൾബുകളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്, ഫിലമെൻറ്റ് ബൾബുകളാണ്. അപ്പോൾ ഇൻഡക്ഷൻ ഉണ്ടെങ്കിൽ കൂടിയും അത് ബൾബ് കാര്യങ്ങൾ തെളിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് LED ബൾബ് ആയതുകൊണ്ട് നമ്മൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് വയറ് വലിക്കുന്ന സമയത്ത് ഇൻഡക്ഷൻ കറണ്ട് വരികയും നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും ഇതുപോലെ തന്നെ ലൈറ്റുകൾ, അതായത് LED ബൾബുകൾ ചെറുതായിട്ട് മങ്ങി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ തന്നെ പൈപ്പ് കാര്യങ്ങൾ കൊടുത്ത് വയറ് ടൈറ്റ് ചെയ്യാതെ വലിച്ച് ക്ലിയർ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം വയറിങ്ങിനെ കുറിച്ചിട്ട് ഏകദേശം നമ്മൾ എങ്ങനെയാണ് പൈപ്പ് കാര്യങ്ങൾ എത്രണ്ണം കൊടുക്കുന്നത്, എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് പോകേണ്ടതെന്ന് 3 ഫേസ് DBയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം, എന്നാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം, ലൈക്കും കൂടി ചെയ്തേക്കാം, ഷെയറും കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight, don't waste time to my place.
I feel